ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എല്ലാ ദിവസവും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലേ ടീച്ചേഴ്സ്? എല്ലാവരും അതാത് ദിവസത്തെ വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? അതോ അച്ഛനും അമ്മയും പറയേണ്ടി വരുന്നുണ്ടോ വീഡിയോ കാണൂ, ഇന്നത്തെ വീഡിയോസ് കണ്ടോ, ഫയൽ എഴുതിയോ, പഠിച്ചോ എന്നൊക്കെ? ഇപ്പം നമ്മൾ സ്കൂൾ ഡേയ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതാത് സബ്ജക്ട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ നിങ്ങളോട് പറയും അല്ലേ, ഇന്ന് എടുത്ത പാഠഭാഗങ്ങൾ ഇന്ന് തന്നെ വായിക്കണം, ഇന്ന് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഫയലിൽ എഴുതണം, അല്ലെങ്കിൽ വായിച്ച് പഠിക്കണം, എഴുതി പഠിക്കണം എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ പുറകെ വരാൻ ഇപ്പോൾ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും ഞങ്ങൾ വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട് എങ്കിലും അപ്പോൾ നമ്മൾ ടീച്ചേഴ്സും പാരൻസും ഒന്നും നിർബന്ധമില്ലാതെ തന്നെ നമ്മളുടെ ഡ്യൂട്ടിയാണ് അതല്ലേ, ക്ലാസ്സുകളൊക്കെ കാണുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് അതാത് ദിവസത്തെ സബ്ജക്ട്സിനനുസരിച്ച് നിങ്ങൾ പഠിക്കും, ഫയലുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്ന ഡേറ്റിന് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഹോം ടൈം ടേബിളൊക്കെ എഴുതുന്നുണ്ടോ എല്ലാവരും? എന്തിനാണ് നമ്മൾ ഹോം ടൈം ടേബിൾ എഴുതിയിരുന്നത്? നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലേ. ഇത്രയും അവേഴ്സ് നമ്മൾ പഠിക്കുക, പിന്നെ കളിക്കണം, നമ്മൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചിലർക്ക് മ്യൂസിക് ആയിരിക്കും കേൾക്കാനാവും, ചില ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കാനോ അങ്ങനെയൊക്കെ പോകും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനിയും അങ്ങോട്ട് ചെയ്യണം. നമ്മൾ സ്കൂളിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചടഞ്ഞുകൂടി പുറത്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണ്ട. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ വീട്ടിലിരുന്നിട്ടും നമുക്ക് ചെയ്യാം അല്ലേ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന വീഡിയോസ് മാത്രമല്ല, ഇഷ്ടംപോലെ വേറെ വീഡിയോസ് സ്കൂളിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലേ. തോട്ട് ഫോർ ദ ഡേ അല്ലെങ്കിൽ പ്രോമിനൻസ് ഓഫ് ദ ഡേ, അതേപോലെ മ്യൂസിക് ടീച്ചറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, PT ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ക്രാഫ്റ്റ് ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ കാണണം. ഇടയ്ക്ക് സുംബ ഡാൻസ് ഒക്കെ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് നിർത്തി ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു രസമല്ലേ. ഈ ലോക്ക്ഡൗൺ പീരീഡ് നമുക്ക് എൻജോയ് ചെയ്യാം അല്ലേ. അതിൻ്റെ ഒപ്പം പഠിത്തവും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഈ കഴിഞ്ഞു പോകുന്ന ഡേയ്സ് ഒന്നും ഇനി നമുക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ അതാത് ദിവസങ്ങളിൽ അതാത് ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടേണ്ട അറിവുകളൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം വേണ്ടേ. അപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ച് തരുന്നത് വേറൊരു ഗുണമുള്ളത്, നമ്മൾ സ്കൂളിൽ വരുമ്പോഴാണെങ്കിൽ ഒരു പ്രാവശ്യമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കേൾക്കാം, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം, പഠിക്കാം. അപ്പം അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരും. ഫിസിക്കൽ ഫിറ്റ്നസ്സും വളരെ പ്രധാനമാണ് അല്ലേ. ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നിങ്ങൾക്കറിയാം പുറത്ത് പോയി കളിക്കാനും അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഇപ്പോൾ കളിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം വേണ്ടേ. അപ്പം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ സുംബ ഒക്കെ ഇട്ട് അച്ഛനെയും അമ്മേനെയും ബ്രദറോ സിസ്റ്റർ ആരോ ഉള്ള എല്ലാവരൊക്കെ കൂടി ദിവസം ഒരു അരമണിക്കൂർ അതൊക്കെ വെച്ച് കളിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമാണ് അല്ലേ. അപ്പം നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവും. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ മാത്രമാണ് എന്താണ് ഉണ്ടാവുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടാവുക അല്ലേ. കാരണം രണ്ടും വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലേ, നമ്മൾ വളരെ വലിയൊരു എന്താ പറയുക പാൻഡമിക് COVID-19 നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അതൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇപ്പം എത്ര പേര് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. സാറ് പറയാറുള്ള പോലെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ എന്താ പറയുക ഓട്ടോ സജഷൻസ് ഒക്കെ കൊടുത്ത് രാവിലെ നിങ്ങൾ പഠിക്കാനിരിക്കുന്നേക്കാൾ മുമ്പൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ മനസ്സും ഒരു സമാധാനത്തോടെ സന്തോഷവും ഒക്കെ കൂടെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം, ബയോളജി ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ഓൺലി വൺ ടോപ്പിക് ഈസ് റിമൈനിങ് ഫോർ us in the first chapter, and that is plants, the earth's wealth. Okay, so in the previous classes we had discussed about the importance of plants, isn't it? Photosynthesis and the role of photosynthesis in ocean. Many things we had discussed. Now this is the winding up session.
So in the winding up session, we are discussing about why plants are called as the earth's wealth. Because plants provide a lot of services to us, isn't it? In their service, plants are unique because they serve as a natural, cheapest, effective means of purifier, air purifier. That is, they absorb carbon dioxide and release oxygen. And that is an invaluable service the plants provide to the entire living world, isn't it? And plants also have a major role in mitigating the natural calamities. Plants guard against landslides, avalanches and rockfalls, regulate freshwater flow and control flooding. Avalanches means in mountains and all, sometimes the balls of snow will fall down, isn't it? So that is avalanches. So there are lots of trees on the slope side of a mountain. Definitely the plants can reduce the force or the speed of this snowfall. Then it also keeps the soil fertile and will stop or slow down the mudfalls. So plants play major role in mitigating means decreasing the natural calamities. And at the same time, mangroves also play a very important role in mitigating the natural calamities. One method of mitigating the risk of natural disaster is to ensure the conservation and rehabilitation of mangrove forests. Mangroves offer an essential solution against the effects of natural hazards and erosions because they serve as a buffer means a barrier against strong winds and storm surges and tsunamis. So, the role of mangrove is there in the rivers or sea banks, etc. because mangrove forest will resist or will reduce the force of winds or the tides, so that effect will be reduced. And this mangrove is also a home of dozens of different types of fish, then small birds and small animals. It is an ecosystem also. So it is very important to conserve the mangroves because it is an ecosystem and many people are depending upon mangroves for their life also. The bamboo forest, reeds, vetiver, lemongrass, all these kind of small plants are seen in the river banks. They will protect the river banks from collapsing during the flood. And similarly, the bushes and trees in the mountains and hills will prevent the soil erosion and flood also. So, in the last year, we cannot forget it, isn't it? The natural calamities, the disasters we had faced in the last year during the rainy season, especially the Kavalapara, what happens, the landslide. About 30 people had died in that disaster, isn't it? So all these things are happening because of the unwise activities of human beings. As a part of development, we cut the trees and all, isn't it? So all these things will adversely affect us as well as the nature. So we think about the conservation of nature only when we suffer a natural calamities. It should not be like that. The conservation of
nature should be a part and a parcel during one's lifetime. That means wherever we go, that thought process should be there with us, because it is our responsibility to conserve the nature. That should be there wherever we go, not only when we face a natural or when a natural calamity happens. So it is each and everyone's responsibility to nurture plants and conserve nature. And as you all know that green plants are the protectors of biosphere, we have to utilize the natural resources wisely, and we have to conserve it for the upcoming children or the future generation. It is our responsibility. They also have to live in this earth, isn't it? So we have to conserve the natural resources. Plants are also a natural resource. Even it is a renewable natural resource. We can plant as many plants possible. We can nurture them. So by saying this, I am winding up this chapter, and we have some questions also in the let us assess part. We have some questions, and try to find out the answers for the questions. I will send the answers along with the notes. So keep watching the videos. See you in the next class. Thank you. Have a nice day.